ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അക്കരെ പച്ച കണ്ട് ചാടിയ പുൽച്ചാടിയുടെ അവസ്ഥയിലാ നീ ഇപ്പോ. ഏതെടുക്കണമെന്ന് ഇതുവരെ നിനക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ലേടാ ശിവ സത്യം? വെറുതെ പോക്കൃത്തനം പറഞ്ഞുണ്ടാക്കരുത്. പോക്കൃത്തരോ? ഡെയ്സി, നീ വെറുതെ കളിക്കല്ലേ. പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഒഴിവാക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഇത് എപ്പോ തുടങ്ങി ഈ സാരോപദേശ ചിന്തകളൊക്കെ? പുതിയ ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയപ്പോ മൊത്തത്തിലാളൊന്ന് ഒതുങ്ങിയതുപോലെ, ഒന്ന് നന്നായതുപോലെ. അതോ എന്റെ തോന്നലാണോ? നിന്നെ ഇവിടെ ഒട്ടും നിർത്താൻ കൊള്ളില്ല. ഇറങ്ങടുന്ന്, ഇപ്പൊ ഇറങ്ങണം. വാടി. ഞാൻ എവിടെ പോവാനാ? എനിക്ക് പോവാൻ വേറെ സ്ഥലമൊന്നുമില്ല. നമുക്കിവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഇവിടെ അങ്ങ് കൂടാന്നേ. അതിന് സമയമാവട്ടെ, സമയമാകുമ്പോ പറയാം. ഇപ്പൊ നിന്നെ ഇവിടെ കൊണ്ടുവിടണോന്ന് എനിക്കറിയാം. വാടി ഇങ്ങോട്ട്. ശിവ, വാടി, വരാൻ ഇങ്ങോട്ട്. പറയുന്ന കേക്ക്. ശിവ, വരാനാ പറഞ്ഞു. എന്താ അമ്മേ, എന്തിനാ അച്ഛന്റെ പേര് വിളിച്ച് കരഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടതാ മോളെ. നിങ്ങളുടെ അച്ഛൻ വലിയൊരു അപകടത്തിൽപ്പെടുന്നതായിട്ട്. അങ്ങനെ എന്തേലും അപകടത്തിൽ അച്ഛൻ പെട്ടിട്ടുണ്ടാവോ അമ്മേ? അതുകൊണ്ടാണോ അച്ഛൻ വരാത്തത്? എനിക്കറിയില്ല. മക്കള് കിടന്നോ? കണ്ണടച്ച് കിടന്നോ? എന്തിനാ ബബ്ബി കരയുന്നേ? എനിക്ക് അച്ഛനെ കാണണം. മോളെ കരയാതെ, അച്ഛൻ വരും. എന്റെ മോളെ കാണാൻ വരും. മോളിപ്പോ കിടന്നുറങ്ങ, നേരം വെളുക്കട്ടെ. നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇല്ല, കിടക്കൂല. എനിക്ക് അച്ഛനെ കാണണം. പപ്പി, അമ്മ പറയുന്ന കേക്ക് പപ്പി. അച്ഛൻ വരാതെ അമ്മ എങ്ങനെ പപ്പിക്ക് അച്ഛനെ കാണിച്ചു തരുന്നത്? എനിക്കൊന്നും കേക്കണ്ട. എനിക്ക് ഇപ്പൊ തന്നെ അച്ഛനെ കാണണം. മോളെ, നിങ്ങളെ പോലെ തന്നെ വിഷ്ണുവേട്ടനെ കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ആരോടാ എന്റെ സങ്കടമൊക്കെ പറയാ? സങ്കടം കേൾക്കേണ്ട ആള് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് എങ്ങോട്ട് പോയി, എവിടെയാന്ന് പോലും അറിയില്ല. നമ്മളെ വേണ്ടാന്ന് പറഞ്ഞോണ്ട് പോയോണ്ടാണല്ലോ നമ്മളെ കാണാൻ വരാത്തെ. അതുകൊണ്ട് എനിക്ക് കാണണ്ട, നിങ്ങളും കാണണ്ട. ആ പേരിനി ഇവിടെ കേക്കണ്ട. ഈ അമ്മ എനിക്ക് വേണ്ട. ചീത്ത അമ്മയാ. ഇതെന്റെ അമ്മയേ അല്ല. എന്റെ അമ്മയായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. പപ്പി, നീ ഇതെങ്ങോട്ടാ? ഇല്ല, ഞാനിവിടെ കിടക്കില്ല. ഞാൻ സത്യമണ മുറി കിടന്നോളാം. ഈ അമ്മ ചീത്തയാ. പപ്പി, പപ്പി, മോളെ ഇങ്ങി വന്ന് കിടക്ക്. ഇല്ല, ഞാൻ സത്യമണ ഇവിടെ കിടന്നോളാം. പപ്പി, അമ്മേ, പപ്പി. അവളവിടെ പോയി കിടക്കട്ടെ. ഉറങ്ങിക്കഴിയുമ്പോ അമ്മ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിക്കോളാം. മോള് കിടന്നോ? മക്കളെ വളർത്തുമ്പോ മാനം മര്യാദയ്ക്ക് വളർത്തണം. ഞാൻ ഇതുവരെ വളർത്തിയതേ ആ ഒരു രീതി തന്നെ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നിട്ടാണോ മോളെ എങ്ങനെ തോന്നിയ പോലെ കയറൂരി വിട്ടിരിക്കുന്നത്? ഞങ്ങൾ എങ്ങനെ കയറൂരി വിട്ടെന്നാ നീ പറയുന്നത്? ഓ, അപ്പൊ നിങ്ങളുടെ വായി നാവുണ്ടായിരുന്നല്ലേ?
മോളെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വിട്ടത് ഭാര്യയും ഭർത്താവും കൂടെ അറിഞ്ഞോണ്ടാണോന്നാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അറിഞ്ഞോണ്ടാണെങ്കിൽ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഇവളെ ഇപ്പൊ സ്വീകരിക്കാൻ എനിക്ക് ആവില്ല. പിന്നെന്തിനാ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ലോഡ്ജിലേക്ക് ഇവളെ പറഞ്ഞു വിട്ടത്? നീ അങ്ങ് തളച്ച് കയറല്ലേ കേട്ടോ. ഇവള് നീ താമസിക്കുന്ന സ്ഥലത്ത് വന്നതും നിന്നതും ഒന്നും എനിക്കറിയേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ തന്നെ അവള് വന്നതിന് എന്താടാ തെറ്റ്? ഇവളെ നിയമപ്രകാരം നീ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് നീ ഇവളെ ഏതോ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടിയതല്ലേ? ആ ഒരു താലി ചാർത്ത് സത്യസന്ധമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവൾക്ക് നിന്റെ കാര്യങ്ങളിൽ ഇടപെടാം, നിന്നെ നിയന്ത്രിക്കാം. അതിന് നിന്റെ വീട്ടുകാരോ ഇവളുടെ വീട്ടുകാരോ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇതുണ്ടാക്കി വെച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടിയാ. നിങ്ങൾ രണ്ടുപേരും കൂടി മാത്രം. അതിന്റെ പേരിലല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. എന്റെ നെഞ്ചു വരെ ആ ഒറ്റ കാരണം കൊണ്ടല്ലേ കീറി മുറിച്ചത്. നിന്നെ വിവാഹം ചെയ്ത് ഒരു കുടുംബമായിട്ട് നമ്മൾ കഴിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയമെങ്കിലും നീ തരണം. കല്യാണത്തിലേക്ക് അടുക്കാനുള്ള ഒരു സാവകാശം. ഇത്രയും നാളായിട്ടും നിനക്കിതുവരെ സാവകാശം കിട്ടിയില്ലടാ. എടാ, ഇത് നിന്റെ തട്ടാമുട്ടിയാ. അക്കരെ പച്ച കണ്ട് ചാടിയ പുൽച്ചാടിയുടെ അവസ്ഥയിലാ നീ ഇപ്പോ. ഏതെടുക്കണമെന്ന് ഇതുവരെ നിനക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ലേടാ ശിവ സത്യം? വെറുതെ പോക്കൃത്തനം പറഞ്ഞുണ്ടാക്കരുത്. പോക്കൃത്തരോ? എടാ, നീ ഇപ്പൊ കാണിക്കുന്നത് സൽപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. എടാ, നിനക്ക് ഇപ്പൊ ഇവളെ വേണ്ട. നിന്റെ മുന്നിൽ നീ ഇപ്പോ കാണുന്ന ഒരു പുതിയൊരു ജീവിതമുണ്ട്. കളക്ടർ ശാലിനിയുമൊത്തുള്ള ഒരു ജീവിതം. പണവും അന്തസ്സും പിന്നെ ഫ്രീ ആയിട്ട് കൂട്ടത്തിൽ 2 പിള്ളേരെയും കിട്ടുന്ന ഭർത്താവ് എന്ന പദവിയും. അത് കണ്ടിട്ടാ നീ എന്റെ മോളെ തള്ളി പറയുന്നെന്ന് എനിക്കറിയാം. എന്നെ എന്തു വേണേലും പറഞ്ഞോ, പക്ഷെ ആ സ്ത്രീയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അതെന്താ നിനക്ക് അവരെ പറഞ്ഞപ്പോ നൊന്തോ? അവർ നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് മയക്കി എടുത്തിരിക്കാ ശിവ. ഡെയ്സി പ്ലീസ്, നിന്റെ സംസാരം അതിരുവിടുവാ. എനിക്കറിയാം, അവളെ കുറിച്ച് പറയുമ്പോഴേ നീ വയലന്റ് ആവും. അതിന്റെ അർത്ഥം വാക്കുകൾ കൊണ്ടുപോലും നിനക്ക് അവളെ വേദനിപ്പിക്കാനാവില്ല. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയല്ലേ, ഒരു തുണ അവൾക്കും വേണ്ടേ? നീയാണെങ്കില് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരവും. അപ്പൊ പിന്നെ പെടച്ചു കയറാൻ വള്ളിപ്പടർപ്പിനാണോ മടി? വൃത്തിയോട് പറയുന്നു. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മോളുടെ ദേഹത്ത് കൈവെക്കുന്നോടാ.